അയോധ്യയിൽ വച്ച് ഒരു വിവാഹം. അത് ഓരോ രാമഭക്തരുടെയും സ്വപ്നമായിരിക്കാം. ആ സ്വപ്നം സഫലമാക്കുകയാണ് കന്നഡ താരങ്ങളായ ബി ഐശ്വര്യയും അരുൺ ഗൌഡയും. ഇവർ വിവാഹിതരാകുന്നത് അയോധ്യയിലാണ് എന്ന് സൂചന. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ദിവസമാണ് ഇവരുടെ വിവാഹ നിശ്ചയം വളരെ ലളിതമായി കഴിഞ്ഞത്. ഇതിനു പിന്നാലെയാണ് താരങ്ങളുടെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നത്. ഈ വർഷം അവസാനത്തോടെ ഇരുവരും വിവാഹിതരാകുമെന്നും ചടങ്ങുകൾ അയോധ്യയിൽ ആകും നടക്കുക എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. 20 വർഷമായി ഒരുമിച്ചുള്ള ഇരുവരും 2024 അവസാനത്തോടെ അയോധ്യയിൽ വെച്ച് വിവാഹം കഴിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഐശ്വര്യ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഞങ്ങൾ ഒരുമിച്ചാണ് വളർന്നത്, ഞങ്ങൾ ഒരുമിച്ച് കരിയർ ആരംഭിച്ചു, ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാനും തീരുമാനിച്ചു. ഞങ്ങൾ ഈ വർഷം അയോധ്യ സന്ദർശിക്കുകയും അവിടെ വെച്ച് വിവാഹം നടത്താം എന്നാണ് പ്ലാൻ ചെയ്യുന്നതും എന്നാണ് ഐശ്വര്യ പറഞ്ഞത്. തന്റെ പ്രതിശ്രുത വധുവിനെ കുറിച്ച് അരുൺ പറയുന്നത് ഇങ്ങനെയാണ്: ഐശ്വര്യ വളരെ വിശ്വസ്തയാണ്, എന്നെ എപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നവളാണ്. എനിക്കും ഒരു റെസ്റ്റോറന്റ് ബിസിനസ് ഉണ്ട്, അതിൽ എത്ര തിരക്കുണ്ടെന്ന് അവൾക്കറിയാം. അവൾ എന്നെ മറ്റാരെക്കാളും മനസ്സിലാക്കുന്നു. 6 മാസത്തിനുള്ളിൽ ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ലോഞ്ച് കഴിഞ്ഞ് ഈ വർഷം അവസാനത്തോടെ അയോധ്യ രാമന്റെ നാട്ടിൽ വെച്ച് വിവാഹം നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. താനും അരുണും വലിയ രാമഭക്തരാണെന്നും ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥനയ്ക്കായി നിരവധി ക്ഷേത്രങ്ങളിൽ പോകാറുണ്ടെന്നും തങ്ങളുടെ കുടുംബങ്ങൾ ദൈവവിശ്വാസികളാണെന്നും ഐശ്വര്യ മുൻപ് പറഞ്ഞിരുന്നു. അതേസമയം ഇതുവരെ രാമക്ഷേത്രത്തിൽ 25 ലക്ഷം ഭക്തരാണ് ദർശനം നടത്തിയത്. ജനുവരി 22 മുതൽ കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്ക് പ്രകാരം 11 കോടിയിലധികം രൂപയാണ് സംഭാവനയായി ലഭിച്ചതെന്ന് രാമക്ഷേത്ര ട്രസ്റ്റ് വ്യക്തമാക്കുന്നു. ഇതിൽ 3.5 കോടി രൂപ ഓൺലൈൻ വഴിയാണ് ലഭിച്ചതെന്നും വൃത്തങ്ങൾ അറിയിച്ചു. ശ്രീകോവിലിന് മുൻപിലായുള്ള ദർശനപാതയിൽ 4 ഇടങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്ന സംഭാവന പെട്ടികളിലാണ് ഭക്തർ തുക കാണിക്കയായി സമർപ്പിച്ചത് എന്ന് ട്രസ്റ്റിന്റെ ഓഫീസ് ഇൻചാർജ് പ്രകാശ് ഗുപ്ത പറഞ്ഞു. ഇതിനു പുറമെ 10 കമ്പ്യൂട്ടറൈസ്ഡ് കൌണ്ടറുകളിലും ആളുകൾ സംഭാവന നൽകുന്നുണ്ട്. 11 ബാങ്ക് ജീവനക്കാരും 3 ക്ഷേത്ര ട്രസ്റ്റ് ജീവനക്കാരും ഉൾപ്പെടുന്ന സംഘമാണ് വഴിപാട് എണ്ണുന്നത്. സംഭാവന തുക നിക്ഷേപിക്കുന്നത് മുതൽ എണ്ണുന്നതുവരെ CCTV ക്യാമറ നിരീക്ഷണത്തിലാണ്. പ്രതിദിനം 2 ലക്ഷം പേരാണ് ദർശനത്തിന് എത്തുന്നത് എന്നും ട്രസ്റ്റ് അറിയിക്കുന്നു. രാജ്യമെങ്ങും പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പരിപാടികൾക്കായി നടത്തിയ കച്ചവടങ്ങളിലൂടെയും ഷോപ്പിംഗുകളിലൂടെയും ഏകദേശം 1.25 ലക്ഷം കോടി രൂപയുടെ വരുമാനം ലഭിച്ചതായിട്ടാണ് പ്രാഥമിക നിഗമനം. കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് ആണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. UP-യിൽ മാത്രം 40,000 കോടി രൂപയുടെ കച്ചവടം നടന്നതായിട്ടാണ് നിഗമനം. അയോധ്യയിലേക്ക് പോകാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ കൂടുതലായി എത്തിയ ദില്ലിയിൽ 25,000 കോടി രൂപയുടെയെങ്കിലും കച്ചവടം നടന്നിട്ടുണ്ട്. ചെറിയ കച്ചവടക്കാരാണ് പരമാവധി നേട്ടമുണ്ടാക്കിയത് എന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് സെക്രട്ടറി പറയുന്നു. പ്രാണപ്രതിഷ്ഠ നാടും നഗരവും ആഘോഷമാക്കുന്നതിന്റെ ഭാഗമായി എല്ലാ നഗരവും അയോധ്യയാകും, എല്ലാ വീടുകളും അയോധ്യയാകും. ഈ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരുന്നു. ഇത് വ്യാപാര മേഖലയ്ക്ക് ഏറെ ഗുണകരമായി എന്നും പറയുന്നു. ജനുവരി 1 ആരംഭിച്ച ക്യാമ്പയിൻ പ്രാണപ്രതിഷ്ഠ നടന്ന 22 വരെ തുടർന്നു. രാജ്യമെങ്ങുമുള്ള ചെറുതും വലുതുമായ ബിസിനസ് സ്ഥാപനങ്ങളിൽ 15 ലക്ഷത്തോളം പരിപാടികളാണ് ക്യാമ്പയിന്റെ ഭാഗമായി നടന്നത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അലങ്കാര വസ്തുക്കളുടെയും മധുര പലഹാരങ്ങളുടെയും മറ്റ് ആത്മീയ വസ്തുക്കളുടെയും കച്ചവടമാണ് കൂടുതലും നടന്നത്. ശ്രീരാമ പതാകകൾക്കും ബാനറുകൾക്കും ടീഷർട്ടുകൾക്കും തൊപ്പികൾക്കും വലിയ ഡിമാൻഡാണ് അനുഭവപ്പെട്ടത്. രാമക്ഷേത്രത്തിന്റെ ചിത്രം പ്രിന്റ് ചെയ്ത കുർത്തകൾക്കും ഡിമാൻഡ് ഉണ്ടായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ വ്യാപാര സംഘടനകളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ചാണ് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.